ലാസ്റ്റ് 4 ഇയർ ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളാണ്. ഇതിൽ നിന്ന്, അതായത് ഈ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ ട്രേഡിംഗിൽ സക്സസ് ആവില്ല. സ്റ്റുഡൻസ് എന്നല്ല, എല്ലാവരും സക്സസ് ആവില്ല ട്രേഡിംഗ് ഫീൽഡിൽ. കാരണം നമുക്കറിയാം അതിന്റെ റിയാലിറ്റി ഈസ് ഫാർ ഡിഫറെന്റ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എപ്പോഴും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റിൽ നമുക്കിപ്പോൾ നടക്കുന്ന ഓഫ്ലൈൻ സെഷൻസിലാണെങ്കിലും ആ ഒരു കാര്യം, അതായത് ഇതുവരെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഓൺലൈൻ സെഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഓഫ്ലൈനിലോട്ട് വന്നപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് വർക്ക് എന്നൊരു കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. കാരണം ഒരു മെത്തേഡിൽ ഫസ്റ്റ് വിശ്വസിക്കുക, ആ ഒരു മെത്തേഡ് പൈസ ജനറേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ആ വിശ്വാസം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പേ ഔട്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ പേ ഔട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസുകളിലാണ് പെട്ടെന്ന് ഞാനൊരു മാറ്റം കണ്ടിട്ടുള്ളത്. അതായത് അവർ വരുന്ന ടൈമിൽ അവരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും, പക്ഷെ അവർ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടൈമിൽ അവർ എൻ്റയർലി ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഈ പറയുന്ന പോലെ അവർക്കൊരു സെൽഫ് ബിലീഫ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇത്രയും നാള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഇനി പോസിബിൾ ആണ് എന്നൊരു തോന്നലുണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് മതി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ലൈഫ് ചേഞ്ച് ആക്കാൻ. സോ ഓൾവേസ് ബി കോൺഫിഡൻറ്റ്, ഓൾവേസ് ബിലീവ് ഇൻ ദാറ്റ് ഇറ്റ്സ് പോസിബിൾ. വാട്ട് എവർ, അത് എത്ര ടൈം എടുത്താലും ഇത് പോസിബിൾ ആണ് എന്നുള്ള കാര്യം. കാരണം ഒരേ സമയം നിങ്ങളുടെ കൂടെ ട്രേഡ് ചെയ്യുന്ന ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ഫൈൻഡ് ഔട്ട് ദാറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ് സെപ്പറേറ്റ്.